That's the problem. Nobody can stop it. That must be a lie. If you can create him, you can stop it. കുറെ തോൽവികൾക്ക് ശേഷം ഒരു വിജയം വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷിക്കും, ആശിക്കും. ഈ തിരിച്ചുവരവിൽ നിന്നൊരു തിരിച്ചുപോക്കില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരു കാര്യമില്ല. ഗോവ ഹാഡ് എ മാസ്റ്റർ പ്ലാൻ ആൻഡ് ദേ എക്സിക്യൂട്ടഡ് വെരി വെൽ. കഴിഞ്ഞ വീഡിയോയിലെ പ്രധാന പോയിന്റ് തന്നെ നോവ ഈസ് അൺസ്റ്റോപ്പബിൾ എന്നായിരുന്നു. ബ്രോ, ബോറിസ് സിംഗ് ഇങ്ങനെ പിടിച്ചു നിർത്തി കെട്ടിയിട്ട് അനങ്ങാൻ വിടാതാക്കി. ഒരു തരത്തിലും നോവയ്ക്ക് ഇങ്ങനെ കയറി പോവാൻ സാധിക്കാത്ത അവസ്ഥ. ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സെക്കൻഡ് ഹാഫിൽ നോവ പൊസിഷൻ സ്വിച്ച് അതൊക്കെ നോക്കി ഒരു കാര്യമില്ല. ആൻഡ് ബ്ലാസ്റ്റേഴ്സ് ഹാഡ് ഓൺലി വൺ ടാക്ടിക്സ്. അത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയെങ്കിലും നോവയുടെ കാലിലേക്ക് പന്തെത്തിക്കുക, പുള്ളി അത് വെച്ച് എന്തെങ്കിലുമൊക്കെ കാണിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ നോവയെ ഗോവ പൂട്ടിയ സ്ഥിതിക്ക് ബ്ലാസ്റ്റേഴ്സിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഡിഫൻസീവ് ഗെയിമിലൂടെ ഒപ്പോണൻസിനെയും കാണികളെയും ഒരുപോലെ ഫ്രസ്ട്രേഷനിലാക്കുക. ഇവിടെ ഗോവ ഒരു ഗോൾ അടിച്ചതല്ല, മറിച്ച് ബ്ലാസ്റ്റേഴ്സിന് ഇനി ഗോൾ അടിക്കാൻ സാധിക്കില്ല എന്നൊരു റിയലൈസേഷൻ നമുക്കുണ്ടായില്ലേ, അതായിരുന്നു യഥാർത്ഥ തോൽവി. ഗോവൻ ഡിഫൻസിലെ ജിങ്കൻ ആൻഡ് ഒഡേ ഒനാൻഡിയ പർവ്വതങ്ങളായിരുന്നു. ഹീസസ് ഒക്കെ ആദ്യ മിനിറ്റ് മുതലേ ജിങ്കന്റെ നിഴലായി മാറിക്കഴിഞ്ഞു. ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന ഹൈ ബോളുകളും ക്രോസസുകളൊന്നും ഗോവൻ ഡിഫൻസ് തൊടാൻ വിട്ടിട്ടില്ല. മത്സരത്തിന്റെ ഏകദേശ സമയം മൊത്തം ഗോവൻ താരങ്ങൾ അവരുടെ ഹാഫിൽ തന്നെയാണ് കളിച്ചത്. ഇതിനിടയ്ക്ക് ആദ്യ പകുതിയിൽ ബോറിസ് സിംഗിന് കിട്ടിയത് ഒരു ബോണസ് ഗോൾ മാത്രമാണ്. ബേസിക്കലി സെക്കൻഡ് ഹാഫിൽ അർമാൻഡോ സാദിക്കിന് ഒരു എയർലി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി അറ്റാക്ക് ചെയ്യാനായിരിക്കാം ഗോവയുടെ പദ്ധതി. പക്ഷേ മത്സരത്തിന്റെ 40-ാം മിനിറ്റ് തന്നെ ബോറിസ് സിംഗിലൂടെ ഒരു ഗോൾ നേടാൻ സാധിച്ചതുകൊണ്ട് അർമാൻഡോ സാദിക്കിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ച് ലേറ്റ് ആക്കി എന്ന് മാത്രം. ഗോൾ വന്ന വഴി ഇങ്ങനെയാണ്: അറ്റാക്ക് ചെയ്ത നവോച്ച സിംഗ് ട്രാക്ക് ബാക്ക് ചെയ്യാൻ കുറച്ചൊന്ന് വൈകി. ഈ ഒരു സമയത്ത് തന്നെ ഒരു ത്രൂ ബോൾ ലഭിക്കുന്നു. ആ പന്തുമായി കുതിച്ച ബോറിസ് സിംഗിന്റെ ഭാഗത്ത് നിന്നും ഒരു ക്രോസ് ആണ് സച്ചിൻ സുരേഷ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ അദ്ദേഹം ഫസ്റ്റ് പോസ്റ്റിലേക്ക് ഒരു ഷൂട്ടാണ് എടുത്തത്. അൺഎക്സ്പെക്ടഡ് ആയി വന്ന ഷോട്ട് സേവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഗോളായി. അനദർ ഗോൾ ഫ്രം അനദർ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക്. ഈ മത്സരത്തിൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാഴ്ചവെച്ചത് ഹോർമിപ്പാം ആയിരുന്നു. എക്സ്ട്രാ എഫേർട്ട്, എക്സ്ട്രാ എനർജി. മത്സരത്തിന്റെ തുടക്ക സമയത്ത് റൈറ്റ് ബാക്ക് പൊസിഷനാണ് അദ്ദേഹത്തിന് അലോക്കേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തും ഡിഫെൻഡ് ചെയ്തും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് എനർജി അദ്ദേഹം അനാവശ്യമായി ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ മത്സരത്തിന്റെ അവസാന നിമിഷം വരെയും ഹോർമിപ്പാം മരിച്ചു കളിച്ചു. ഈ മത്സരത്തിൽ ഗോളാക്കി മാറ്റാൻ സാധ്യതയുള്ള 2 പ്രധാന ചാൻസുകൾ മാത്രം ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ചാൻസ് മത്സരത്തിന്റെ ആദ്യ മിനിറ്റ് തന്നെ നോവയിലേക്ക് രാഹുലിന്റെ ഒരു പാസ് ഉണ്ടായിരുന്നു. നോവയ്ക്ക് അത് ഗോളാക്കാമായിരുന്നു, പക്ഷെ അദ്ദേഹം അടിച്ച് ആകാശത്തേക്ക് കളഞ്ഞു. ആൻഡ് രണ്ടാമത്തെ ചാൻസ് അവസാന നിമിഷത്തിൽ ലൂണ ഒരു ഹെഡർ പാസ് സന്ദീപിലേക്ക് കൊടുക്കുന്നു. സന്ദീപിന് അത് ക്രോസ് ചെയ്യായിരുന്നു, പക്ഷെ പുള്ളി അത് അടിച്ചു, അതും കളഞ്ഞു. സോ ആ ഒരു ചാൻസുകൾ ഗോളാക്കാൻ പറ്റാത്തത് കൊണ്ട് തോറ്റു എന്നൊന്നും പറയുന്നില്ല. ആകെ ആ ചാൻസ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി വരിഞ്ഞ് മുറിങ്ങിയ ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ വേറൊരു കണക്ക് കൂടെ തിരുത്തപ്പെട്ടു. ഈ ഒരു സീസണിൽ ആദ്യമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് എതിരാളിയുടെ വല ചലിപ്പിക്കാത്ത ഒരു മത്സരം അവസാനിപ്പിക്കുന്നത്. സ്റ്റിൽ വി ക്യാൻ സേ ദാറ്റ് അവർ ടീം ഈസ് ഗുഡ്. പക്ഷേ ഡിഫോൾട്ട് ടാക്ടിക്സുമായിട്ട് വരുന്ന ആ ഒരു ടീമിനെ ഒപ്പോണൻസ് കൃത്യമായിട്ട് പഠിച്ച് പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിലെ സാഡ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ 6 ഹോം മത്സരങ്ങൾ കഴിഞ്ഞു. അതിൽ 2 മത്സരം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ മറ്റൊരു നിരാശാജനകമായ രാത്രിയുമായി നമ്മൾ വീണ്ടും കടന്നു പോകുന്നു. അടുത്ത ഒപ്പോണൻ്റ് ആരാണെന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ ആ മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.